ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. സത്യം പറഞ്ഞാൽ നമ്മൾ ലൈഫ് അൺഎഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ലൈഫിലെ കുറെ കാര്യങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പലപ്പോഴും റിയൽ ലൈഫിൽ നിന്നുള്ള സംഭവങ്ങൾ അതിനകത്ത് ഭയങ്കര കുറവാന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ, ഓണക്കാലമൊക്കെ അല്ലേ, ഒരു വ്ലോഗാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഓണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഫണ്ടായിരുന്നു, നമുക്കത് ഓർക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ഈ ഓണക്കാലം ആയിരിക്കും എന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ വലുതായിട്ട് റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടെ തലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല എന്നുള്ളത്. കാര്യം ഓണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആകെ മൊത്തം ഒരു ഹെവിനെസ് എനിക്ക് വെരി ജെനുവിൻലി പറയുവാണെങ്കിൽ എനിക്ക് ആകെ മൊത്തം ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കിപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള തിരക്കുകൾ ഒരു സൈഡില്, പിന്നെ ഈ നമ്മളെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ആ സമയത്താണല്ലോ. പണ്ടാണെങ്കിൽ നമ്മൾ നേരെ പോകുന്നു, ഉടുത്തൊരുങ്ങുന്നു, അറ്റൻഡ് ചെയ്യുന്നു, അതായിരുന്നു സെറ്റപ്പ്. പക്ഷെ ഇപ്പൊ നമ്മുടെ റോൾസ് ചേഞ്ച് ആയി കഴിഞ്ഞപ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോ ഈ പിള്ളേരുടെ സാധനങ്ങളെല്ലാം കൂടെ പെറുക്കി അത് പാക്ക് ചെയ്ത് ഈ രണ്ട് വീട്ടിലും ചെല്ലുക, അതായത് എന്റെ വീട്ടിൽ പോകണം, ശ്രീയുടെ വീട്ടിൽ പോകണം, രണ്ടിടത്തും ചെല്ലുക, അവിടെ നിന്ന് ഇത് അൺപാക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെയും കൊണ്ട് ഒരു 2-3 ദിവസം സ്ഥിരം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. സന്തോഷമുണ്ട് ഒരു സൈഡില്, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ് സത്യമായിട്ട് എനിക്ക് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പൊ ഓണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് വെച്ചാൽ ജെനുവിൻലി പറയുകയാണെങ്കിൽ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതിന് അകത്ത് എനിക്ക് ഇഷ്ടമുള്ള ചില പാട്ടെന്ന് പറയുന്നത്, എനിക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാൻ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഓണക്കാലത്ത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിക്കും ഈ വർഷം ഞാൻ എല്ലാവർക്കും പൈസ ആയിട്ട് കൈ കൊടുക്കും, അവനവന് വേണ്ടത് എല്ലാവരും പോയി എടുത്തോട്ടെ എന്നൊക്കെ വിചാരിക്കും, ഫാമിലിയിലെല്ലാവരും. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഞാൻ തന്നെ പോയി മേടിച്ചു കൊടുക്കാം. ആ മേടിച്ചു കൊടുക്കണതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ കുറേശ്ശായിട്ട് പലർക്കുള്ള ഡ്രസ്സിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ട്. ഇന്നിപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അതിന് മുന്നേ എനിക്ക് ഇന്നൊരു തോന്നൽ വന്നു, എനിക്കൊരു സദ്യ കഴിക്കണം എന്ന് തോന്നി. പെട്ടെന്ന് എല്ലായിടത്തും എല്ലാ റെസ്റ്റോറൻറ്റ്സിന്റെ ഫ്രണ്ടില് സ്പെഷ്യൽ ഓണ സദ്യ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. എനിക്ക് വീട്ടിൽ നിന്ന് ഓണത്തിന് സദ്യ കഴിക്കണതിന് മുന്നേ എവിടെയെങ്കിലും പോയിട്ട് പ്രോപ്പറായിട്ട് ഒരു കറിയുടെ ഒരു ഉപ്പിന്റെ മുളകിന്റെ ഒന്നും ടെൻഷൻ അറിയാതെ പോയി ഇരുന്ന് ആരെങ്കിലുമൊക്കെ വിളമ്പി തരാ കഴിക്കുക, അങ്ങനെ ഒരു ഓണസദ്യ കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ. നമ്മൾ രണ്ടുപേരും കൂടെ നല്ല ഓണസദ്യ കിട്ടുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് ഇറങ്ങിയതാ. എനിക്ക് എറണാകുളത്ത് സത്യത്തിൽ എവിടെയാണ് നല്ല സദ്യ കിട്ടുക എന്നുള്ളത് എനിക്കങ്ങനെ വലിയ ഐഡിയ ഇല്ല. ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സ്റ്റൈല് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പം ഇടുക്കി, തൊടുപുഴ, പിന്നെ എൻ്റെ അച്ഛൻ്റെ നാട് തിരുവനന്തപുരമാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. എനിക്ക് ഈ 2 സ്ഥലങ്ങളിലെയും സദ്യ എനിക്ക് ഫെമിലിയർ ആണ്. പക്ഷെ എനിക്കിപ്പോൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും സദ്യയുടെ സ്റ്റൈല് ഭയങ്കര മാറ്റമുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഈ പരിപ്പ് നെയ്യൊക്കെ ആദ്യം ചോറിൽ ഒഴിക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ടേസ്റ്റ് ഭയങ്കര ഫെമിലിയറുമാണ്. പക്ഷെ ഇവിടെ എറണാകുളത്ത് പലപ്പോഴും സദ്യ തരുമ്പോൾ അവർ ആദ്യമേ സാമ്പാറാണ് ഒഴിക്കുന്നത്. പരിപ്പ് ഉണ്ടാവും, പക്ഷെ പരിപ്പ് ഒരു തൊടുകറി ആയിരിക്കും. പരിപ്പ് അങ്ങനെ ആദ്യമേ ഒഴിച്ചിട്ട് പരിപ്പിട്ടിട്ടുള്ള ഒരു സെഷൻ ഉണ്ടല്ലോ, അത് ഉണ്ടാവാറില്ല. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ചക്കപ്പഴമൊക്കെ ചെയ്യുന്ന സമയത്ത് സെറ്റിൽ നമ്മൾ ഇതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഏതെങ്കിലും കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നായിരിക്കും നമ്മൾ ഫുഡ് പറയുക. സിഗ്നലാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നായിരിക്കുമല്ലോ ഫുഡ് പറയുക. അപ്പോൾ അവർ കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും എനിക്ക് പരിപ്പ് വേണം, എനിക്ക് പരിപ്പ് കൂട്ടിയിട്ട് അല്ലാണ്ട് കഴിയുമ്പോൾ എനിക്കൊരു സദ്യ ആണെന്നുള്ളൊരു ഫീലില്ല. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പരിപ്പും നെയ്യിലും തുടങ്ങുന്ന സദ്യയാണ് ആക്ച്വലി വേണ്ടത്. അത് കിട്ടുമോ? അപ്പോൾ നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടി. നമ്മളിപ്പോൾ കാക്കനാടാണുള്ളത്. എടപ്പള്ളി സൈഡിലേക്ക് പോവാം എന്നാണ് വിചാരിക്കുന്നത്. കാക്കനാട് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ മീൽസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഹോബിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നമ്മുടെ ഓഫീസ് ഇവിടെ അടുത്താണ്, ബിക്കമിങ്ങിൻ്റെ ഓഫീസ് ഇവിടെ അടുത്താണ്. അപ്പം അവിടുന്ന് ഇതുപോലെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഇറങ്ങുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ ഉള്ള ദിവസം നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുക. എന്നിട്ട് കാക്കനാട് എവിടെയാണ് നല്ല മീൽസ് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് പോയി മീൽസ് കഴിക്കുക. ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഉച്ചയ്ക്കാണെങ്കിൽ പോലും പോകുമ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുക, ഫ്രൈഡ് റൈസ് കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരുന്നു.
പക്ഷെ ഇപ്പൊ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രായം മാറുന്നതിന്റെ തോന്നുന്നു, എന്താ അറിയില്ല, ഉച്ചയാകുമ്പോൾ വീൽസ് മതി. അതോ ആ ഒരു വൈബ് അടിച്ചു തുടങ്ങി. എന്ത് വൈബ്? മറ്റേ തള്ള വൈബ്. അതുപോലെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ രാവിലെയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മള് പണ്ടൊക്കെ ആണെങ്കിൽ എന്തും തിന്നാം എന്നുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പറയും ഇഡ്ഡലി മതി കേട്ടോ, ഇഡ്ഡലി ആകുമ്പോൾ ഒരു സേഫ് ഫുഡാ, ഇഡ്ഡലി മതി. ദോശയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മസാല ദോശ പോലും വേണ്ട ട്രാവലിങ്ങിന്റെ തുടക്കത്തിൽ എന്ന് പറയുന്ന തരത്തിൽ കാലം നമ്മളെ മാറ്റിയിരിക്കുന്നു സുഹൃത്തുക്കളെ. മെട്രോയുടെ പണി തുടങ്ങിയ പിന്നെ നമ്മളിപ്പോൾ കാക്കനാട് നിന്ന് പാലാരിവട്ടത്തേക്ക് എത്താൻ മിനിമം 3/4 മണിക്കൂറൊക്കെയാണ് ചില സമയത്ത് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഡ്രൈവ് ടൈമിൽ രാവിലെയും വൈകുന്നേരവും ഈ വഴിയുള്ള യാത്ര ഇപ്പോൾ ഒരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. ഈ സമയം 2:15. ഇനിയിപ്പോൾ എങ്ങാനും സന്ധ്യ കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, സദ്യ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പക്ഷെ നമ്മൾ പോകാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിനെ കണ്ടേ. ഗൂഗിൾ ഊട്ടുപുരാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ഗൂഗിൾ ഊട്ടുപുര പോയാലോ? ഊട്ടുപുര പോവാം. അവിടെ ചെല്ലുമ്പോ അറിയാലോ ഊട്ടോ ആട്ടോ എന്നാണ് ചെല്ലുമ്പോ അറിയാം. അശ്വതി, പലരും ചോദിക്കുന്നുണ്ട് ഈ ബിക്കമിങ് അശ്വതിയുടേതാണോ അശ്വതിയുടേതാണോ എന്ന്. സത്യത്തിൽ എന്താണ് ഈ ബിക്കമിങ്? ബിക്കമിങ് എൻ്റെ അങ്ങനെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് എൻ്റെ ആയിരുന്നു. അതിൻ്റെ ഒരു ഫൗണ്ടർ ഞാനാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പം നൗ വി ഹാവ് എ ടീം. അതൊരു മെൻ്റൽ വെൽനസ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മെൻ്റൽ ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് തരാൻ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ടീം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസൊക്കെ ഫുൾ ഫ്ലെഡ്ജ് ആവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഒരു 12+ മെമ്പേഴ്സ് ഉള്ള ഒരു ടീമുണ്ട്. അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ കൂടെ അസോസിയേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളുണ്ട്. വേൾഡിൻ്റെ പല ഭാഗത്തുനിന്ന് നമ്മുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ അപ്പോൾ നമുക്ക് ലൈഫ് കോച്ചിങ് സർവീസസ് ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, കൗൺസിലിംഗ് സർവീസസ് ഉണ്ട്. ഇതൊന്നും അല്ല, ഒന്നും വേണ്ട, വെറുതെ എന്നെ ഒന്ന് കേട്ടാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന പ്രൊഫഷണൽസ് തന്നെ, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ നമ്മുടെ ടീമിലുണ്ട്. ഇവിടെ പരിപ്പ് ചെയ്യുന്ന സമ്പ്രദായം ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇല്ലാൻ തോന്നുന്നു. ഇത് തന്നെ ചോദിച്ചുകൊണ്ടാണ് പരിപ്പ് തന്നത്. പരിപ്പ് വേണോ സാമ്പാർ വേണമെന്നോ ചോദിച്ചാൽ, പക്ഷെ പരിപ്പ് നെയ്യും ആദ്യം കിട്ടില്ല. അപ്പൊ അശ്വതി, നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ കഴിക്കണം എന്ന് പറഞ്ഞ ആർത്തുല്ലസിച്ചിട്ട് പോയിട്ട് ഇപ്പൊ ഒരുമാതിരി ബ്ലിങ്കസി ആയിട്ടുള്ള മുഖമായിട്ടിരിക്കണം. എന്താ സദ്യ ഓക്കെ, പക്ഷെ എനിക്ക് ആ നെയ്യ് കിട്ടിയില്ല. പരിപ്പിന്റെ മേലെ നെയ്യ് ഒഴിച്ചിട്ട് ഞാനത് പോയപ്പോഴേ പറഞ്ഞു, ഇവിടെ എറണാകുളത്താറ് രീതി അങ്ങനെയല്ല. പരിപ്പും നെയ്യും അത് ഞാനിവിടെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ, പല സ്ഥലത്തും പരിപ്പും നെയ്യൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പല സ്ഥലത്തെ രീതികൾ ബ്ലെൻഡ് ചെയ്ത് വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒറിജിനലി ഇവിടെ അങ്ങനത്തെ ഒരു രീതി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ ഡു കമന്റ്. പക്ഷെ എനിക്ക് ആ പരിപ്പ് നെയ്യും കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നുള്ളൂ, അതും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വല്ലപ്പോഴും മാത്രം സ്വീറ്റ് കഴിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഷുഗർ കട്ടിലാണ് നടക്കാറുള്ളത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ വല്ലപ്പോഴും ആണ് ഒരു പായസം കഴിച്ചേക്കാം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു വിഷമം വരും. അപ്പോൾ പായസം നല്ലതായിരുന്നു, പക്ഷെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഒരു 2 പായസം പ്രതീക്ഷിച്ച പോയത്. ഇപ്പം നമ്മൾ ബിക്കമിങ് എന്താന്ന് പറഞ്ഞു. ബിക്കമിങ് എന്താന്ന് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് തോന്നും, ഈ മിനി സ്ക്രീനിൽ നിന്നുകൊണ്ടിരുന്ന അശ്വതി എങ്ങനെയാണ് ഒരു മെൻ്റൽ വെൽനെസ് പ്ലാറ്റ്ഫോം ഡെറ്റ് ചെയ്യുന്നത്.
അപ്പം അതിപ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്നൊരു ചോദ്യവും ഉത്തരവും ഒക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു കഥ പറയൂ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടി ഗ്രാജുവലായിട്ട് ഈ ജേർണിയിൽ ഉണ്ടായിരുന്ന മിക്ക ആളുകൾക്കും അറിയാം, ഇത് പെട്ടെന്നുണ്ടായ ഒരു ഷിഫ്റ്റ് ഒന്നും അല്ല. ഇറ്റ്സ് എ ഗ്രാജുവൽ ഷിഫ്റ്റ്. കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. അതെൻ്റെ കൂടെ നിൽക്കുന്നവർക്ക്, ഈ കൂടെ ഇരിക്കുന്ന ഇയാൾക്കുൾപ്പെടെ അറിയാം, നമ്മുടെ ബിക്കമിങ്ങിൻ്റെ ഓപ്പറേഷൻസ് ഹെഡാണ്, മുഖം കാണിക്കാതെ കൂടെ ഇരിക്കുന്നത്. ഞാൻ കാര്യമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇതൊരു പതുക്കെയുള്ളൊരു ജേർണി ആയിരുന്നു കേട്ടോ. ഞാൻ കോച്ചിങ് പഠിക്കാൻ തുടങ്ങിയിട്ട് 3 years ആയി. എനിക്കൊരു കമലയുടെ ഒരു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു പീരീഡിലാണ് ഞാൻ പ്രൊഫഷണലി ഇത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ലൈഫ് കോച്ചിങ് സർട്ടിഫിക്കേഷനൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബിക്കമിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ട് അതൊന്ന് ബിൽഡ് ചെയ്ത് ഇന്ന് കാണുന്ന ഒരു ഫോമിലേക്ക് ആക്കിയെടുക്കുന്നത് പതുക്കെ ഉള്ളൊരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു. ബിക്കമിങ് ഈസ് ആക്ച്വലി ബിക്കമിങ്. ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫൈൻ മോർണിംഗ് തീരുമാനിക്കൊന്നുമല്ലായിരുന്നു. അങ്ങനെ ചെയ്താലോ, ഞാനിപ്പോൾ 1-on-1 കോച്ചിങ്ങൊക്കെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അങ്ങനെ ഇൻഡിവിജ്വൽ സെഷൻസിന് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്തും കോച്ചിങ് തെറാപ്പിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കോച്ചിങ്ങിന് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് പലർക്കും തെറാപ്പി ആവശ്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവർക്കൊരു സൈക്കോളജിക്കൽ കണ്ടീഷനുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് നമ്മളിങ്ങനെ കോച്ചിങ് മാത്രം കൊടുത്താൽ പോരാ, അവരുടെ റൂട്ട് കോസസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ വേണമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് നമുക്ക് സൈക്കോളജിസ്റ്റുകളെയും കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലബ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ ഒരു കോച്ചിങ് റൂമും മാത്രമായിട്ട് ഒതുങ്ങാമായിരുന്ന ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ പല ഏരിയയിൽ നിന്നുള്ള ആളുകളെ ക്ലബ് ചെയ്യിപ്പിച്ച് ഇനിയിപ്പോൾ ഒരു വെൽനസ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റാം എന്നുള്ളത് ഗ്രാജുവലി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന ഐഡിയ ആണ്. ബിക്കമിങ്ങിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത സമയം തൊട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് എൻ്റെ തലയിൽ അത് ഫോം ചെയ്ത് വന്ന സമയം തൊട്ട് ഞാനിതെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബിഗിനിങ് തൊട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും മീഡിയയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് ലൈഫിന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ലൈഫിൽ ചെയ്യാറുണ്ട് എന്നുള്ളൊരു തോട്ടിൻ്റെ പുറത്ത് ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലൊരു വെൽനെസ്സിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എപ്പോഴും കാണുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഷോസ് ചെയ്യുന്നില്ലേ, ഇപ്പം മിനി സ്ക്രീനിൽ കാണൽ കുറവാണല്ലോ, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ സത്യത്തിൽ ഇതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയാമല്ലോ, നമ്മളൊരു ഓൺടർപ്രണർ ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് അതിന് എടുക്കേണ്ട കുറേ എഫേർട്ട് ഉണ്ട്. അതിൻ്റെ ഒരു ഓഫീസ് സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളത് തൊട്ട് എന്തിനാ ഈ പേര് കണ്ടുപിടിക്കുക, അതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കുക, കമ്പനി ഫോം ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഏറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ്. അങ്ങനെ ചെയ്ത് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കൊച്ചിയിലൊരു ഓഫീസ് ഉണ്ട്, അവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെഷൻസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതാണ് ബിക്കമിങ്ങിൻ്റെ ജേർണി. അപ്പോൾ ഇതൊക്കെ അറിയുന്ന ബിക്കമിങ്ങിൻ്റെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന നൈസാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തെറാപ്പിയും കോച്ചിങ്ങും അത് അറിയുന്നവർക്ക് അറിയായിരിക്കും, പക്ഷെ കോച്ചിങ് നോർമലി ഇവിടെ അത്രയും പോപ്പുലർ അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ആക്ച്വലി കോച്ചിങ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫിംഗ് കൊടുക്കാവോ? അത് ആർക്കാണ് കോച്ചിങ് ഉപകാരപ്പെടുന്നത്? ലൈഫ് കോച്ചിങ്ങിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒരു കോച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്രണ്ടാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഒരു കോച്ച് ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ കോച്ച് ഒരു സൈക്കോളജിസ്റ്റ് അല്ല, ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനെ റെക്കഗ്നൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുകയോ ചെയ്യുകയല്ല ഒരു കോച്ച് ചെയ്യുന്നത്.
കോച്ച് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഓപ്പൺ ചെയ്തു തരും. നിങ്ങളുടെ ഒരു ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോച്ചസിൻ്റെ കയ്യിൽ കുറച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കോച്ചിങ് ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല, എസ്പെഷ്യലി നമ്മുടെ ഒരു സൗത്തിലേക്ക് അത്രയും പോപ്പുലർ ആയിട്ടില്ല. പക്ഷെ പുറത്തുള്ള കൺട്രീസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കരിയർ ചോയ്സ് ആയിട്ട് കോച്ചിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കോച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല. വളരെ എംപത്തറ്റിക് ആയിട്ട് ഒരാളെ കേട്ടിരിക്കാനുള്ള മനസ്സുണ്ടാവുക, അതുപോലെ തന്നെ ജെനുവിൻലി അവരുടെ കാര്യത്തിൽ ഒരു ക്യൂരിയോസിറ്റി കാണിക്കാൻ കഴിയുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ആക്ച്വലി ബി കോച്ച്. അതിന് സർട്ടിഫിക്കേഷൻ എടുക്കാനും പറ്റും നമുക്ക്. നിങ്ങളിപ്പോൾ ലൈഫിൽ ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റിലാണ്, ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉള്ള സമയത്ത് ക്ലാരിറ്റി കിട്ടുന്നതിന് നിങ്ങൾക്കൊരു കോച്ചിനെ അപ്രോച്ച് ചെയ്യാം. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ. കോച്ച് നിങ്ങൾക്ക് വേണ്ട ഉപദേശം തരും എന്നല്ല അതിനർത്ഥം. നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാരിറ്റിയിലേക്ക് ലീഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്കാണ് ഏറ്റവും നന്നായിട്ട് നമ്മളെക്കുറിച്ച് അറിയുക എന്നാണല്ലോ. അപ്പോൾ ആ അറിവുകളെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് സെൽഫ് എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ശരിക്കും കണ്ടുപിടിക്കാനും ഹെൽപ്പ് ചെയ്യാൻ കോച്ചിന് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. കുറേ നാളായിട്ട് ഒരു കാര്യത്തിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാനോ റൂട്ടീൻ സെറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അതിനെനിക്കൊരു കൂട്ട് വേണം. സ്ഥിരമായിട്ട് ആ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും എൻ്റെ കൂടെ ആ ഒരു ജേർണിയിലുണ്ടെന്ന് തോന്നിപ്പിക്കാനും എനിക്കൊരു കമ്പാനിയൻഷിപ്പ് വേണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോച്ചിങ് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കുറേ ക്ലയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരവരുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ പോലും കുട്ടി കുട്ടി സന്തോഷങ്ങളാണെങ്കിൽ പോലും അത് അപ്ഡേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്ത് അതിനകത്ത് ചെറിയ അച്ചീവ്മെൻറ്റ്സ് പോലും ഡെയിലി എന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു കോച്ചിനെ അപ്രോച്ച് ചെയ്യാം. ഇനി ഒരു ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അങ്ങനെ എന്നെ ഒന്ന് കേൾക്കുമോ എന്ന് ചോദിക്കാൻ ആരെങ്കിലും നിങ്ങൾക്കൊരു കോച്ചിനെ അപ്രോച്ച് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ തെറാപ്പി ഓപ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ഉള്ള സമയത്താണ്. അതിപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ഇൻസിഡൻസ് എന്ന് നമുക്ക് ഒന്ന് ഗെറ്റ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി പോലെയുള്ള കണ്ടീഷൻസ് ആവാം, BPD പോലെയുള്ള ഇഷ്യൂസ് ആവും, വാട്ട് എവർ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ തെറാപ്പി ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ലാത്ത നമ്മൾ ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോച്ചിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയല്ല നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് അടുത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള സിറ്റുവേഷൻ ആക്കി ചിലപ്പോൾ നമുക്കെന്തെങ്കിലും ഫീൽ ഉണ്ടാവില്ല. ആ സമയത്തും എങ്ങോട്ടേക്കാണ് കറക്റ്റായിട്ട് പോകേണ്ടത് എന്നുള്ളത്, ഇപ്പോൾ ആരെയാണ് ശരിക്കും കൺസൾട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഗൈഡ് ചെയ്യാനും കോച്ചിന് സാധിക്കും. ബിക്കമിങ്ങിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അശ്വതിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് കോച്ചിങ്ങിനോ തെറാപ്പിക്കോ വേണ്ടിയിട്ട് എന്താണ് ഒരാൾ ചെയ്യേണ്ടത്? നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഒഫീഷ്യൽ ലോഞ്ചോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിൻ്റെയൊക്കെ ബാക്ക് ആൻഡ് വർക്ക് ഇൻക്ലൂഡിങ് നമ്മുടെ വെബ്സൈറ്റ് വരെ അതിൻ്റെ ബാക്ക് ആൻഡ് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലാണുള്ളത്. പക്ഷെ നമ്മൾ സർവീസസ് കൊടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് കോച്ചിങ്ങിന് ക്ലയൻസ് ഉണ്ട്, നമ്മുടെ തെറാപ്പിസ്റ്റുകൾക്കൊക്കെയും ക്ലയൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം പേജ് കൂടെയാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ രജിസ്ട്രേഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ബിക്കമിങ് എന്നാണ് ആ ഒരു ഹാൻഡിലിൻ്റെ, ഇൻസ്റ്റ ഹാൻഡിലിൻ്റെ യൂസർ നെയിം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വന്നു കഴിഞ്ഞാൽ അതിൽ DM ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുന്നത് ഇനീഷ്യലി തന്നെ നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കും നിങ്ങളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബേസിക് പ്രോബ്ലംസ് അവരൊന്ന് അനലൈസ് ചെയ്തിട്ട് കോച്ചിങ് ആയിരിക്കോ തെറാപ്പി ആയിരിക്കോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട സിറ്റുവേഷൻസ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ എക്സ്പേർട്ടിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും ഇനീഷ്യൽ ലെവലിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അശ്വതിയോടെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ടോക്ക് ടു മീ. അപ്പോൾ നമ്മളൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ആ സമയത്ത് വിൽ മീറ്റ്. അശ്വതി ഇപ്പോൾ അശ്വതിയുടെ ഇൻബോക്സിൽ വന്നിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒത്തിരി പേര് അശ്വതിയുടെ അടുത്തേക്ക് വരാറുണ്ട് ഇൻബോക്സിൽ കൂടി. അപ്പം ഒത്തിരി പേർക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതൊരു പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്രൈസിങ്? അതിലിപ്പം ഒരു സൈക്കോളജിസ്റ്റിനൊക്കെ സംബന്ധിച്ച് അവർക്ക് എന്തായാലും ഒരു പേയ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ അശ്വതി ആണെങ്കിലും ഒരു പ്രൊഫഷണലി ഒരു കോച്ചായിട്ടിരിക്കുമ്പം ചില കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും ഇതിൽ, ഇൻക്ലൂഡിങ് അതിൻ്റെ പ്രൈസിങ് അടക്കം. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഒരു ചാർജ്, അല്ലെങ്കിൽ ഇത്
ചാർജബിൾ ആണോ, ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റിന് ചെയ്യുന്നതാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. കാശ് തരണം ഇഫ് യു ഗുഡ് അറ്റ് സംതിങ് ഡോണ്ട് ഡു ഇറ്റ് ഫോർ ഫ്രീ എന്നൊരു സെയിങ് ഉണ്ട്. അപ്പോൾ അത് ഈ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ തെറപ്പി ആണെങ്കിലും കോച്ചിങ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഫ്രീ ആയിട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ അത് ഒരു പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അവർക്കും ഒരു ഓക്കെ ഞാൻ വാല്യൂ ഉള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്, എൻ്റെ സൈഡിൽ നിന്നുള്ള ഡെഡിക്കേഷനും കൂടെ ഇതിനകത്തൊക്കെ വേണം എന്നുള്ളൊരു ഫീൽ വരാം എന്ന് പറയും. അത് മാത്രമല്ല, ഇത് നമ്മൾ ഫുള്ളി ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറും കൂടെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കൂടെയുള്ള തെറാപ്പിസ്റ്റുകൾക്ക് പേ ചെയ്യണം, നമ്മുടെ കൂടെ അസോസിയേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പേ ചെയ്യണം, നമ്മുടെ ഓഫീസ് സ്റ്റാഫിന് എല്ലാവർക്കും നമ്മൾ പേ ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോച്ചിങ്ങിനാണെങ്കിലും നമ്മുടെ പ്ലാറ്റ്ഫോം ത്രൂ വരുന്ന സംഭവങ്ങൾക്ക് നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ കാണുന്ന തെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കോച്ചിൻ്റെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഒക്കെ അനുസരിച്ചിട്ട് ആണ് ഈ റേറ്റ്സ് വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലാതെ എല്ലാ കോച്ചിനും എല്ലാ തെറാപ്പിസ്റ്റിനും എല്ലാവർക്കും അങ്ങനെ ഒരേ ചാർജ് അല്ല, അതിനകത്ത് വ്യത്യാസമുണ്ട്. ആൻഡ് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വളരെ നെസസറി ആണെന്നുള്ള സിറ്റുവേഷൻസിൽ ഫ്രീ ആയിട്ടുള്ള സെഷൻസും കൊടുക്കാറുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏണിംഗ് ഇല്ലാത്ത ആളുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അക്കോർഡിംഗ്ലി നമ്മുടെ സെഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മന്ത്ലി ഇത്ര ഫ്രീ സെഷൻസ് നമ്മൾ എന്തായാലും നമ്മുടെ പ്ലാറ്റ്ഫോം ത്രൂ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കാക്കനാട് നിന്ന് എടപ്പള്ളി പോയി സദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിക്കമിങ്ങിനെ കുറിച്ച് ഈ വ്ലോഗിൽ സംസാരിക്കാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ റാൻഡമായിട്ട് സംസാരിച്ചു തുടങ്ങി. അതിന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം നമ്മൾ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തു. ആ ഡ്രൈവ് ചെയ്ത കൂട്ടത്തിൽ നല്ലൊരു മഴ കണ്ടു. ഇത് തിരിച്ചു വീണ്ടും കാക്കനാട് എത്തിയപ്പോഴേക്കും വെയിലായി. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓണം ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ പ്രാവശ്യം ഇപ്പം വീട്ടിലേക്ക് പോകുന്നത് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്ലോഗ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ കാര്യമായതുകൊണ്ട് ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ നടന്നാലും ഇല്ലെങ്കിലും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം.